ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? സേഫ് ആയിട്ടിരിക്കുകയല്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? സീക്വൻസ് എന്താണെന്നായിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു സീക്വൻസ്? A list of numbers having a certain pattern or order is called a sequence. എന്തെങ്കിലും ഒരു കൃത്യമായ ക്രമമുള്ള ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് പറയാലോ, മാത്സിൽ 4 തരം സീക്വൻസ് ആണുള്ളത്. ഒന്നാമത്തത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. രണ്ടാമത്തത് ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. മൂന്നാമത്തത് ഹാർമോണിക് പ്രോഗ്രഷൻ. നാലാമത്തത് ഫിബൊനാച്ചി നമ്പേഴ്സ്. അപ്പോൾ ഈ 4 സീക്വൻസിൽ ആദ്യത്തേത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മിസ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ തോന്നുന്നേ? ഇതിനെല്ലാം തമ്മിൽ ഒരു സീക്വൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ പ്രത്യേകത? ഇവർക്ക് എല്ലാവർക്കും ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു 4ന്റെ ഡിഫറൻസ് അല്ലേ? 1 + 4 ആണ് 5. ഇനി ഇവിടെ ആണെങ്കിലോ 5 + 4 ആണ് 9. പിന്നെ ഇവിടെ 9 + 4 ആണ് 13. അപ്പൊ 4 വെച്ച് കൂടി പോകുന്നത്. ഇനി വേറൊരെണ്ണം ചോദിക്കാം. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നേ? 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പ്രത്യേകത കാണാൻ പറ്റുന്നില്ലേ? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടുത്തെ ഓരോ നമ്പറും നമ്മൾ എന്താണ്? 5 + 5 10. ഇതോ 10 + 5. ഇതെടുക്കുമ്പോഴോ 15 + 5. അങ്ങനെ 5 വെച്ച് ആഡ് ചെയ്ത് പോവാണ് അല്ലേ? ഇനി വേറൊരു സീക്വൻസ് 100 95 90 85 80 etc. ഇതിൻ്റെ എന്താ പ്രത്യേകത? ഇവിടെ ഏതെങ്കിലും സർട്ടൻ നമ്പർ ആഡ് ചെയ്ത് പോവാണോ? ആഡ് ചെയ്ത് പോവാണെന്ന് നമുക്ക് പറയാം. ഏത് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്? 100 + -5 അല്ലേ? -5 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നമ്പറിനോടും. 95 + -5. ഇനി 90 + -5. അപ്പൊ 100 + -5 എന്ന് പറയുന്നതും 100 - 5 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എനിവേ അഡീഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ 100 + -5 അങ്ങനെ ഒരു 5 വെച്ച് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അഡീഷന്റെ ഭാഷ പറയുകയാണെങ്കിലോ -5 വെച്ച് കൂട്ടി എഴുതിയേക്കാണ്. മൂന്നാമത്തെ ഇനി ഒരെണ്ണോട് പറയാം കേട്ടോ. 360. ഇതെന്ത് സീക്വൻസ് ആയിരുന്നു 360 വന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലായിരുന്നോ? പോളിഗൺസിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം. പോളിഗൺസിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം നമുക്ക് 360 എന്നല്ലേ കിട്ടിയേ? ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവർക്ക് എല്ലാവർക്കും ഇടയിൽ എന്താണ്? 0 വെച്ചാണ് അല്ലേ ആഡ് ചെയ്തേക്കുന്നത്? 360 + 0 360 + 0. അതുകൊണ്ടല്ലേ സെയിം നമ്പർ തന്നെ വന്നത്. അപ്പോൾ ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിനെല്ലാം ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അല്ലേ? എന്തായിരുന്നു ആ പാറ്റേൺ? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താണ് പോയേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്യുകയോ, ഇവിടെ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്തേക്കുന്നത് 1 5 ആയി 5 4 വെച്ച് ഇൻക്രീസ് ചെയ്ത് 9 ആയി 9 ഇൻക്രീസ് ചെയ്ത് 13 ആയി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ച് ഡിക്രീസ് ചെയ്യുകയോ ചെയ്തേക്കാം അല്ലേ? ഇവിടെ നോക്കിയേ, ഒരു കോൺസ്റ്റന്റ് നമ്പർ ഏതാണ്? -5 എന്നുള്ള കോൺസ്റ്റന്റ് നമ്പർ വെച്ച് ഡിക്രീസ് ചെയ്ത് പോവുകയോ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഏത് നമ്പറിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പറിൽ നിന്ന് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പിന്നെ അങ്ങോട്ടുള്ളത് എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്ത് എഴുതുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഈ സീക്വൻസിൽ ഓരോ വ്യക്തികളെയും പറയുന്നത്, ഈ സീക്വൻസിൽ ഓരോ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരെയും പറയുന്ന പേരാണെന്ത്? ടേം ഓഫ് എ സീക്വൻസ്. മലയാളത്തിലാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മൾ സമാന്തര ശ്രേണി എന്നാണ് പറയുന്നത്. ടേമിന് എന്താ പറയുന്നത്? പദം.
ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ ഓരോ പദങ്ങളാണ് ഇതിലെ ഓരോ അംഗങ്ങളും. 1 ഫസ്റ്റ് ടേം, 5 സെക്കൻഡ് ടേം, 9 തേർഡ് ടേം, 13 ഫോർത്ത് ടേം. ഓക്കെ, അങ്ങനെ പോകും. അപ്പം മലയാളത്തിലാണെങ്കിലോ 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ടേം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന എന്താ, ഒരു കോൺസ്റ്റന്റ് ടേം വെച്ചിട്ട് കൂട്ടി കൂട്ടി എഴുതിയേക്കാണല്ലോ അല്ലെ. എല്ലാ ടേമുകളും തമ്മിൽ ഒരു ഫിക്സഡ് ഡിഫറൻസ് അല്ലേ, ഒരു കോമൺ ഡിഫറൻസ് അല്ലേ. ഇതും തമ്മിലുള്ള ഡിഫറൻസ് 5, ഇതും തമ്മിലുള്ള ഡിഫറൻസ് 5, ഇതും തമ്മിലുള്ള ഡിഫറൻസ് 5. അപ്പൊ അവിടെ ഇല്ല, ഇവിടെ ആണെങ്കിൽ 4 ആണ് ഇവർക്ക് എല്ലാ ഇടയിലെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്നത് എന്താ, കോമൺ ഡിഫറൻസ് എന്ന് തന്നെ. കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ എന്ത് എഴുതും, ഡി എന്ന് എഴുതും. ചിലയിടത്ത് നിങ്ങൾ എന്ത് കാണും, സി ഡി എന്ന് കണ്ടാൽ അത് കോമൺ ഡിഫറൻസിന്റെ തന്നെ നൊട്ടേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ മക്കളെ, ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4. ഈ സീക്വൻസ് എഴുതുവാണെങ്കിൽ ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 5. ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്, ഓക്കെ, ഇവരെല്ലാം തമ്മിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് എത്രയാണ്, -5. ഈ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര വരും നമുക്ക്, 0. അപ്പൊ തൊട്ടടുത്തടുത്ത് വരുന്ന 2 ടേംസ് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ടേം മൈനസ് തൊട്ട് മുമ്പിലത്തെ ടേം, 5th ടേം മൈനസ് 4th ടേം, അല്ലെങ്കിൽ 10th ടേം മൈനസ് 9th ടേം, അല്ലെങ്കിൽ 2nd ടേം മൈനസ് 1st ടേം. ഇത്ര ചെയ്താൽ മതി കോമൺ ഡിഫറൻസ് കാണാൻ. അപ്പൊ കോമൺ ഡിഫറൻസിനെ നമ്മളൊരു ഫോർമുല ആയിട്ട് പറയുമ്പോൾ എന്ത് വരും, അപ്പൊ നമുക്ക് ആദ്യം ഈ സീക്വൻസിന് ഒരു ജനറൽ ഫോമിൽ പറയാം. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം x1 x2 x3 xn ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് ഫസ്റ്റ് ടേമിന് പകരം നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, x1. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ടേം ആണോ, പല സീക്വൻസിന് പലതാ അല്ലെ ഫസ്റ്റ് ടേം. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ x1 x2 x3 xn. അപ്പൊ xn ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു എന്തായിരിക്കും, x2 മൈനസ് x1. ഏതെങ്കിലും ഒരു ടേം മൈനസ് തൊട്ട് മുമ്പിലത്തെ ടേം. അപ്പൊ x2 മൈനസ് x1 അത് തന്നെ ആയിരിക്കുമല്ലോ, അതേ വാല്യൂ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കിട്ടുക, x3 മൈനസ് x2 ചെയ്യുമ്പോഴും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയി 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 ഈ xnന്റെ തൊട്ട് മുമ്പിലത്തെ ടേം എന്തായിരിക്കും, xnന്റെ xn മൈനസ് ഇത് nth ടേം അല്ലേ xn. അപ്പൊ nth ടേമിന്റെ തൊട്ട് മുമ്പിലത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ, xn മൈനസ് 1. അപ്പൊ ഏതെങ്കിലും ഒരു ടേം മൈനസ് തൊട്ട് മുമ്പിലത്തെ ടേം എന്നുള്ളതിന് മാത്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ എന്താണ്, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു xn മൈനസ് xn മൈനസ് 1 എന്ന് പറയും. അപ്പൊ എന്താ അരിത്തമെറ്റിക് സീക്വൻസ് മനസ്സിലായില്ലേ, ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ആഡ് ചെയ്ത് എഴുതുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസിനെ, ഈ ടേംസ് എല്ലാം തമ്മിലുള്ള കോമൺ ഡിഫറൻസിനെ നമ്മൾ d എന്ന് പറയും. ഇനി ഈ സീക്വൻസുകൾ നോക്കുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയേ, ഇവിടെ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത, 1 5 9 13 എക്സെട്ര ഇങ്ങനെ പോവുകയാണ് അല്ലെ. എവിടെ എൻഡ് ചെയ്യണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരു ടേം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ടേം നമുക്ക് പറയാൻ സാധിക്കും, വീണ്ടും 4 ഡിഫറൻസ് വെച്ച് എന്തോരം വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ അവസാനിക്കുന്നില്ല എങ്കിൽ അങ്ങനത്തെ അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഇൻഫിനിറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇൻഫിനിറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് ഫോം ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്, AP കേട്ടോ. ഇനി ഇവിടെയാണെങ്കിലോ 5 10 15 20 എക്സെട്ര വന്നിട്ട് 50ൽ അവസാനിച്ചിരിക്കുക, അതായത് അത്രേ ഉള്ളൂ ടേംസ്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും, ഫൈനൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഫൈനൈറ്റ് കിട്ടിയല്ലോ. അപ്പൊ അവസാനിക്കുന്നത് ഫൈനൈറ്റ്, അവസാനിക്കുന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ്. ഓക്കെ, ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ച കാര്യം എന്തായിരുന്നു, നമ്മുടെ ഇവിടെ കോമൺ ഡിഫറൻസുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നോക്കിയേ മക്കള്, ഇതിൽ D4 എന്ന് കിട്ടി, ഇതിലാണെങ്കിലോ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി, ഇവിടെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് -5 എന്ന് കിട്ടി, ഇവിടെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് 0. ചുരുക്കി പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ക്യാൻ ബി എ പോസിറ്റീവ് നമ്പർ ഓർ നെഗറ്റീവ് നമ്പർ ഓർ 0. കോമൺ ഡിഫറൻസിന് പോസിറ്റീവോ നെഗറ്റീവോ 0 ഏത് നമ്പർ വേണമെങ്കിലും ആവാം സീക്വൻസിന്റെ അനുസരിച്ച്.
ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഹൗ ടു ഫൈൻഡ് ദ ജനറൽ ടേം ഓഫ് എ സീക്വൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുക. അപ്പോൾ എന്താ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ? എന്തിനാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കുക? ആൻ എക്സ്പ്രഷൻ ഇൻ മാത്തമാറ്റിക്സ് ഇൻവോൾവിംഗ് കോൺസ്റ്റൻസ്, വേരിയബിൾസ് ആൻഡ് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ഓർ ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഉൾപ്പെട്ടു വരുന്ന വേരിയബിൾസും കോൺസ്റ്റൻസും എല്ലാം ഉൾപ്പെടുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഈ 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ, 5ന്റെ മൾട്ടിപ്പിളിനെ നമ്മൾ ഇങ്ങനെ എക്സെട്രാ എന്നിട്ടേക്കാണെന്ന് വിചാരിക്കും. ഇതിന് നമുക്ക് കൊടുക്കാവുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്? ഇതിനെ നമ്മൾ 5, 10, 15, 20 എന്നല്ലാണ്ട് നമ്മൾക്ക് വെറുതെ ഒരു വേരിയബിളും കോൺസ്റ്റന്റും വെച്ച് ഇതിനെ നൊട്ടേറ്റ് ചെയ്യണം എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് പകരം എന്ത് ചെയ്യാം? 5n എന്ന് എഴുതാം. n എന്താണ്? n can be any natural number. അപ്പൊ നോക്കിയേ, n-ന്റെ വ്യത്യസ്ത വാല്യൂ അനുസരിച്ച് ഈ സീക്വൻസ് രൂപപ്പെട്ട് വരില്ലേ? n 1 ആവുമ്പോൾ എന്ത് വരും? 5 × 1 5. n 2 ആവുമ്പോൾ എന്താവും? 5 × 2 10. n 3 ആവുമ്പോൾ എന്താവും? 5 × 3 15. അപ്പൊ ഈ മൊത്തം ഈ സീക്വൻസിനെ നമ്മൾ ഒരു 5n എന്നുള്ള ഫോമിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കി കാണിച്ചപ്പോൾ എന്തായി? അതിന്റെ ജനറൽ ഫോമായി. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ ജനറൽ ഫോം എഴുതുക എന്നൊക്കെ പറയണേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എങ്ങനെയാണ് നമ്മളൊരു ജനറൽ ടേം കാണുന്നത്? അതിന് വല്ല ഫോർമുല ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മിസ് ഇവിടെ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒന്നെന്താ? 1, 3, 5, 7, 9 എക്സെട്ര എന്താണ്? നമ്മുടെ ഓഡ് നമ്പേഴ്സ്. പിന്നെന്താണ്? 10, 20, 30, 40 എക്സെട്ര അതെന്താണ്? നമ്മുടെ 10ന്റെ മൾട്ടിപ്പിൾസ്. ഇത് രണ്ടും അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? എന്തുകൊണ്ട്? ഇവർക്കെല്ലാം തമ്മിൽ എന്താണ് വ്യത്യാസം? 2ന്റെ ഡിഫറൻസ് അല്ലേ? ഇവിടെയൊക്കെ കോമൺ ഡിഫറൻസ് 2 അല്ലേ? ഇവിടെയാണെങ്കിലോ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവരെല്ലാം തമ്മിൽ? 10. അപ്പോൾ ഇത് രണ്ടും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ nth ടേം ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ എഴുതി ഈ സീക്വൻസിലെ 100th ടേം ഏതായിരിക്കും മക്കളെ? 1, 3, 5, 7, 9 എന്ന് എഴുതിയ 100ാമത്തെ ടേം, 100ാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചാ മിസ്സേ എന്ന് ചോദിക്കണ്ട. നമുക്ക് അതിനെന്തുണ്ടാക്കാം? ഒരു ഫോർമുല ഉണ്ടാക്കാം. എന്നിട്ട് ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ജനറൽ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ടേം ഓഫ് എ സീക്വൻസ് അല്ലെങ്കിൽ nth ടേം ഓഫ് എ സീക്വൻസ് എന്ന് പറയുന്നത്. nth ടേം. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു അരിത്തമെറ്റിക് ഫോമിന്റെ ജനറൽ ഫോം ഇങ്ങനെ ഉണ്ടായേ നോക്കാം. അപ്പം നോക്കി, നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം നമ്മുടെ f ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടേം f, കോമൺ ഡിഫറൻസ് d. കോമൺ ഡിഫറൻസ് d. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം എന്തായിരിക്കും? ആദ്യത്തെ ടേം ഫസ്റ്റ് ടേമിനെ f എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ ടേം എന്ത് വരും? ഈ എഫിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കില്ലേ രണ്ടാമത്തെ ടേം? f + d. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ടേം 1, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? അപ്പൊ 1 കഴിഞ്ഞിട്ട് അടുത്ത ടേം എങ്ങനെയാ വന്നേ? 1 + 2. അങ്ങനെയല്ലേ നമുക്ക് 3 കിട്ടിയത്. ഇനി ഇതിന്റെ അടുത്ത ടേം എന്ത് വരും? 1 + 4 എന്ന് പറഞ്ഞപ്പോഴല്ലേ നമുക്ക് ഇവിടെ 5 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം f, രണ്ടാമത്തെ ടേം f + 2. അപ്പൊ മൂന്നാമത്തെ ടേം എന്തായിരിക്കും വരാൻ പോകുന്നത്? f + 2d. ഇങ്ങനെ f + 2d എന്ന് പറഞ്ഞേ, ഈ f + d യോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ മൂന്നാമത്തെ ടേം കിട്ടുന്നേ. അപ്പോ f + d + d. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? f + 2d എന്ന് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടേം f, സെക്കൻഡ് ടേം f + d, തേർഡ് ടേം ആയപ്പോ f + 2d, ഫോർത്ത് ടേം ആവുമ്പോ f + 3d, ഫിഫ്ത്ത് ടേം ആവുമ്പോ f + 4d. അങ്ങനെ പോയി. നിങ്ങളൊന്ന് നോക്കിക്കേ, nth ടേം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? nth ടേം ഇതിന്റെ ഇങ്ങനെ പോയി ഒരു nth ടേം ജനറൽ ടേം നമ്മൾ പറയാം. അപ്പൊ മക്കൾ ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ടേം വന്നു കഴിഞ്ഞപ്പോ f മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ടേം വന്നു കഴിഞ്ഞപ്പോ f + d. തേർഡ് ടേം വന്നു കഴിഞ്ഞപ്പോ f + 2d. ഫോർത്ത് ടേം വന്നു കഴിഞ്ഞപ്പോ f + 3d. അപ്പൊ ഇവിടത്തെ നമ്പറിനെ കഴിഞ്ഞ് ഒന്നും കുറവാണല്ലോ ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ nth ടേം വരുമ്പോ എന്തായിരിക്കും ജനറൽ ഫോം? f + n - 1 × d. f + n - 1 × d ആയിരിക്കും nth ടേം ഓഫ് എ സീക്വൻസ് കിട്ടുന്നത്.
ഏതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും nth ടേം കാണാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം പ്ലസ് n എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ 10ാമത്തെ ടേം ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ n എന്ത് കൊടുത്താൽ മതി? 10 എന്ന് കൊടുത്താൽ മതി. d എന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പോൾ nth ടേം അല്ലെങ്കിൽ xn nth ടേമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് xn. nth ടേം ഈക്വൽ ടു xn ഈക്വൽ ടു അത് കാണാനുള്ള ഫോർമുല എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. f എന്താണ്? ഫസ്റ്റ് ടേം, ആദ്യത്തെ പദം. ആ സീക്വൻസിലെ ആദ്യത്തെ പദത്തിനാണ് f എന്ന് പറയുന്നത്. d ഈസ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് n ഈസ് ദ നമ്പർ ഓഫ് ടേംസ്. കിട്ടിയോ? ഇത് ഉപയോഗിച്ചിട്ട് ഈ ഫോർമുല നിങ്ങൾ ഒരു രീതിയിലൂടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഫോർമുല ചിലപ്പോൾ ചിലയിടത്ത് നിങ്ങൾ എഴുതി കാണുന്നത് ഇങ്ങനെയായിരിക്കും: a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഈ പ്ലസ് 1നെ നിങ്ങൾക്ക് ഈ പാഠം 9ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. പ്ലസ് 1ൽ അവിടെ നിങ്ങൾ കാണുന്നത് ഈ ഫോർമുല ആയിരിക്കും: a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അത് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യം ഉണ്ടാവും ഇല്ല. നമ്മൾ ഫസ്റ്റ് ടേമിനെ f എന്ന് വിളിച്ചപ്പോൾ അവർ ഫസ്റ്റ് ടേമിനെ a എന്ന് വിളിച്ചു. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ വേറൊരു രീതിയിലും കൂടി എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? f പ്ലസ് എൻ ഡി മൈനസ് ഡി എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് ഈ എൻ ഡിനെ എടുത്ത് ഫ്രണ്ടിൽ എഴുതിയെന്ന് വിചാരിക്കാം. അപ്പം എന്ത് വരും? എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഇങ്ങനെയാണ് ചിലയിടത്ത് ഈ ഫോർമുല കിട്ടുന്നത്: എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഇത് കണ്ടാലും പേടിക്കണ. ഇതും ഒരേ കാര്യമാണ്, എഴുതിയിരിക്കുന്ന രീതിയുടെ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടാലും എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് കണ്ടാലും ടെൻഷൻ ആവണ്ട. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കേട്ടോ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഇത് പഠിക്കാനാണ്. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഫോർമുല പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ അതായിരിക്കും ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചാലും കിട്ടും, ഇത് ഉപയോഗിച്ചാലും കിട്ടും കേട്ടോ. ഫസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും അറിയണം, അത്രമാത്രമേ പ്രത്യേകതയുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, നമുക്ക് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? ഞാൻ പറയാണ്, ഫസ്റ്റ് ടേം 3 പിന്നെ 26. ഫസ്റ്റ് ടേം 3യും പിന്നെ ഒരു ടേം 26 എന്ന് പറഞ്ഞു. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. ഫസ്റ്റ് ടേം 1 വരുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെ ഞാൻ പറയാണ്, കോമൺ ഡിഫറൻസ് 5 വരുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവില്ല. ഇതിനെല്ലാം എന്താണ്? ഒത്തിരി ആൻസറുകളുണ്ട്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യണമെങ്കിൽ, കൃത്യമായ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഫസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ മിസ് നിങ്ങളെ ചലഞ്ച് ചെയ്ത കാര്യം ഇതല്ലായിരുന്നോ? ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോയാൽ ഇതിൻ്റെ 100th ടേം ഏതാണെന്ന് അറിയാൻ പറ്റുമോ? അത് ചോദിച്ചപ്പോഴല്ലേ നമ്മൾ ഈ ജനറൽ ടേം ഫോം ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് എക്സനിൻ്റെ ഫോർമുല കിട്ടിയല്ലോ, nth ടേം കാണാനുള്ള ഫോർമുല കിട്ടി, എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ 100th ടേം കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ദേ ഈ സീക്വൻസ് 1 3 5 7 9 ഇതിൻ്റെ 100th ടേം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ 100th ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ nth ടേം എന്നുള്ളിടത്ത് എന്നിന് എന്ത് കൊടുക്കണം? എന്നിന് 100. ഇതിന്റെ എഫ് എന്താണ്? ഫസ്റ്റ് ടേം എന്താണ്? 1. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 3 മൈനസ് 1 5 മൈനസ് 3 ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. അപ്പൊ ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് 100th ടേം കണ്ടുപിടിക്കാം. ഫോർമുല എന്താ? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1. എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? നമുക്ക് 100th ടേം അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ 100 മൈനസ് 1. ഇനി ഡിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? കോമൺ ഡിഫറൻസ് 2. ദാറ്റ് ഈസ് 1 പ്ലസ് 99 ഇൻറ്റു 2. 99 ഇൻറ്റു 2 എത്രയാ?
18, balance 1, 198 plus 1. So the answer is 199. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി പോയാൽ 100-ാം സ്ഥാനത്ത് വരുന്നത് ആരാണ്? 199. സിമ്പിൾ അല്ലേ? അപ്പോൾ nth ടേമിന്റെ ഫോർമുല അറിയാമെങ്കിൽ ഇനി ഇതിന്റെ ഒക്കെ ഏത് ചോദിച്ചാലും ഇങ്ങനെ എഴുതി പോയാൽ ഇതിന്റെ 100th ടേം എന്ത് വരും എന്ന് നമുക്ക് വേണേ നോക്കാം. മിസ് എന്താ മിസ്സേ 100th ടേമിൽ തന്നെ പഠിച്ചേക്കണേ? അങ്ങനെയൊന്നുമില്ല, 50th ടേം വേണേ നോക്കാം. അപ്പൊ ഈ സീക്വൻസിന്റെ 50th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയില് എന്നിന് എന്ത് കൊടുക്കുക? 50. അപ്പോ f plus n minus 1 into d ഫോർമുല ആദ്യം എഴുതണം കേട്ടോ. ഫസ്റ്റ് ടേം എന്താണ്? 10 പ്ലസ് നമുക്ക് എത്രാമത്തെ ടേം കണ്ടുപിടിക്കണ്ടേ? 50th. അപ്പൊ എന്നിന് എന്ത് കൊടുക്കണം? 50. അപ്പൊ 50 minus 1 into കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാ? 10. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി, അതാ കോമൺ ഡിഫറൻസ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ദാറ്റ് ഈസ് 10 plus 49 into 10, അതായത് 10 plus 490 which is equal to എന്താണ്? 500. അപ്പൊ ഇങ്ങനെ എഴുതി പോയാൽ 50th ടേം എന്ത് വരും? 500. അപ്പൊ nth ടേം കാണാനുള്ള ഫോർമുല കിട്ടിയില്ലേ? ഇത്രയും മനസ്സിലാക്കിയ ശേഷം നമുക്ക് സെക്കൻഡ് എക്സസൈസ് ചെയ്തു തുടങ്ങാം കേട്ടോ. എന്തിനാ സെക്കൻഡ് എക്സസൈസിന് മുമ്പ് ഇത് പറഞ്ഞതെന്നറിയോ? സെക്കൻഡ് എക്സസൈസിലെ കുറേ പ്രോബ്ലംസ് എങ്കിലും നമുക്ക് ഈ nth ടേമിന്റെ ഫോർമുല വെച്ച് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എക്സസൈസ് എടുത്തേ മക്കള്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യം ഓഡ് നമ്പേഴ്സ് എഴുതാം അല്ലേ? അപ്പോൾ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 എക്സെട്ര. ഇവരുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾസും കോൺസ്റ്റൻസും അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഏതെങ്കിലും ഇതിലെ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ സൈനുകളെല്ലാം ചേർന്ന് വരുന്ന ഒരു എക്സ്പ്രഷൻ രൂപത്തിൽ വരുന്നത്. എന്താ എക്സ്പ്രഷൻ എന്നറിയാലോ അല്ലേ? 5x + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്സിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതൊരു എക്സ്പ്രഷൻ ആണ്. എക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആഡ് ചെയ്യണമെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ മാറി വരുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ എക്സ്പ്രഷന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഈ എക്സ്പ്രഷനിൽ തന്നെ നമ്മൾ ഇതിന്റെ ഇപ്പുറത്ത് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഇതൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് മാറും. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് മാറും. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിലാണ് ഇക്വേഷൻ എന്ന് പറയത്തുള്ളൂ. ഈക്വൽ ടു സൈൻ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തേ പറയുള്ളൂ? എക്സ്പ്രഷനെ പറയുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളോട് ഇപ്പൊ പറഞ്ഞേക്കുന്ന എന്താ? ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം നോക്കാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന്. കാരണം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? xn ഈക്വൽ ടു അല്ലെങ്കിൽ nth ടേം ഈക്വൽ ടു f + n - 1 × d എന്നുള്ള ഫോർമുല ഇല്ലേ? അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല ഉപയോഗിക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആണ് കേട്ടോ AP എന്ന് എഴുതുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ഞാൻ പറഞ്ഞ. അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പൊ AP എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കാറ്. അപ്പൊ ഇതിന്റെ xn അല്ലെ nth ടേം ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? nth ടേം കാണാനുള്ള ഫോർമുല കണ്ടുപിടിച്ചാൽ അതായിരിക്കും അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പൊ ഇതിന്റെ nth ടേം കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ, f + n - 1 × d. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ f ഈക്വൽ ടു ഫസ്റ്റ് ടേം 1, n nth ടേമിന്റെ ഫോർമുലയാണ്. അപ്പൊ n എന്ത് എഴുതാൻ മതി? n എന്ന് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ പറയുമ്പോൾ n-ന് n എന്ന് തന്നെ കൊടുത്താൽ മതി. ഇനി d എന്താണ്? d നമ്മുടെ കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത്രയും കാര്യങ്ങൾ എല്ലാം വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f എന്തായിരുന്നു നമ്മുടെ? 1 പ്ലസ് n-ന് നമ്മൾ n എന്ന് തന്നെ കൊടുക്കാനേ പറ്റുള്ളൂ, കാരണം നമ്മൾ nth ടേമാണ് കാണുന്നത്. അപ്പൊ n - 1 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 പ്ലസ് 2 × n 2n. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -1 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2n-നെ നമ്മൾ ഫ്രണ്ടിലേക്ക് എഴുതി 1 ഉം -2 തമ്മിൽ ചെയ്യാലോ. 1 - 2 ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? -1. സോ വാട്ട് ഈസ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഓഡ് നമ്പേഴ്സ്?
2n മൈനസ് 1. കിട്ടിയോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? ഇനി രണ്ടാമത്തെ നോക്കിയേ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഈ ചോദ്യങ്ങളെല്ലാം ഫസ്റ്റ് എക്സസൈസിൽ നമ്മൾ ചെയ്തിരുന്നതാ, ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണുന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം ആ സീക്വൻസ് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത് അല്ലേ? അപ്പോൾ 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരും. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 റിമൈൻഡർ വരും. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 റിമൈൻഡർ വരും. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇതെല്ലാം 1 റിമൈൻഡർ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന സീക്വൻസ്. അങ്ങനെ കിട്ടിയൊരു സീക്വൻസിലേക്ക് നോക്കിയപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ദിസ് ഈസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലേ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുന്നേ? ഏതെങ്കിലും ഒരു ടേം മൈനസ് തൊട്ട് മുമ്പിലത്തെ ടേം. അപ്പൊ 4 എടുക്കുകയാണെങ്കിൽ 4 മൈനസ് 4ന്റെ മുമ്പിലത്തെ ടേം 1. അപ്പൊ 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3. ഇനി കോമൺ ഡിഫറൻസ് കണ്ടു. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? nth ടേം കാണാനല്ലേ? അപ്പോ nth ടേമിനെ നമ്മൾ പറയുന്നത് xn. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. nth ടേം കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു ഫോർമുല പോലെ നമുക്ക് കിട്ടും. അപ്പൊ nth ടേം xn ഈക്വൽ ടു ഫോർമുല എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് n തന്നെ മൈനസ് 1 ഇൻറ്റു d എന്താണ്? 3 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ 3n മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1ഉം മൈനസ് 3യും കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2. പിന്നെ ഈ 3n ഫ്രണ്ടിലേക്ക്. അപ്പോൾ 3n മൈനസ് 2 ഈസ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഏതിന്? നമ്മുടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് എന്ത്? 3n മൈനസ് 2. ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഗുണം എന്താണെന്ന് അറിയുമോ മക്കൾക്ക്? നമുക്ക് വെറുതെ ഇപ്പോൾ ഈ എവിടെയെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ പൈസ കൊണ്ടുപോകണ്ട, ATM കാർഡ് കൊണ്ടുപോയാൽ മതി, എളുപ്പമുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഗുണമാണ് എന്ത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ കയ്യിലുണ്ടെങ്കിൽ. ഈ 1ഉം 4ഉം 7ഉം 10ഉം ഇങ്ങനെ ഓരോന്നായിട്ട് കയ്യിൽ കൊണ്ടുനടക്കണ്ട. നമ്മുടെ കയ്യിലൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ കണ്ടുപിടിക്കാന്നേ. ഇപ്പൊ നോക്കിയേ മക്കള്, ഇല്ല നമ്മൾ എന്തിന് 1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിലൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്, nth ടേം ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട് 3n മൈനസ് 2 എങ്കിൽ നോക്കിയേ, നമ്മൾ എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 1 മൈനസ് 2. 3 ഇൻറ്റു 1 മൈനസ് 2 എത്രയാ? 1. എന്നിന് 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 ഇൻറ്റു 2 മൈനസ് 2, അതായത് എന്താണ്? 4. എന്നിന് 3 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? 3 ഇൻറ്റു 3 മൈനസ് 2. ആര് മാത്രമേ മാറുന്നുള്ളൂ? എന്നുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഈ 3യും 2ഉം ഫിക്സഡാ. അപ്പൊ അതിനെ മാത്രം അങ്ങനെ നിർത്താം. അപ്പൊ 9 മൈനസ് 2 7. കണ്ടോ? 1 4 7 എക്സെട്ര 1 4 7 എക്സെട്ര അത് തന്നെയല്ലേ വരുന്നേ. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ? ഇവരെ മുഴുവനും കൂടെ ഒരു ATM കാർഡിലായിട്ട് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ പൈസ എല്ലാം നമ്മൾ ബാങ്കിലിട്ടിട്ട് ATM കാർഡ് ഉപയോഗിച്ച് ആവശ്യാനുസരണം പുറത്തെടുക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അവരെ മൊത്തം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓൾജിബ്രിക് മെത്തേഡാണ് എന്ത്? നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു സീക്വൻസിനെ മുഴുവൻ നമ്മൾക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ചുരുക്കി കാണിക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സീക്വൻസ് ആക്കാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ എല്ലാം കെട്ടിമടക്കി വീണ്ടും ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. നാച്ചുറൽ നമ്പേഴ്സ് 1ൽ അവസാനിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ ഏതാണ്? 1. പിന്നെ 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ 11, പിന്നെ 21, പിന്നെ 31, etc. Is this an arithmetic sequence? Yes. Why? ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 11 മൈനസ് 1, അത് തന്നെയാണ് 21 മൈനസ് 11, അത് തന്നെയാണ് 31 മൈനസ് 21. ഇതിൻ്റെ എല്ലാം ഉത്തരം എന്തെന്നെയാണ് വരുന്നത്? 10. ഏത് നമ്പറും തൊട്ട് മുമ്പിലത്തെ നമ്പറിനോട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 10 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി?
xn അല്ലെങ്കിൽ nth ടേം കാണാനുള്ള ഫോർമുല എന്താണ്? nth ടേമിനെ തന്നെയാട്ടോ നമ്മൾ xn എന്ന് പറയുന്നത്. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 10, n തന്നെ. That is equal to 1 plus n minus 1 into 10, which is equal to 1 plus the bracket open ചെയ്യുക. അപ്പോൾ 10n minus 10, which is equal to എന്ത് വരും? 10n 1ഉം minus 10ഉം കൂടി ചെയ്യുമ്പോൾ minus 9. അപ്പോൾ 10n minus 9 എന്നുള്ളതാണ് ഇത് നമ്മുടെ algebraic expression for 1, 11, 21, 31, etc. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ, എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. അപ്പോൾ 1ലും 6ലും അവസാനിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് വരും? 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ 1, പിന്നെ 6, പിന്നെ 11, പിന്നെ 16, പിന്നെ 21, പിന്നെ 26. ഇതാണ് 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്? 5 അല്ലേ? അപ്പോൾ 5 കോമൺ ഡിഫറൻസ് വരുന്ന ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ തന്നെ ഒന്ന് ആൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് ചെയ്തിട്ട് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മിസ്സിന് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.